നമസ്കാരം കൂട്ടുകാരെ, കുറച്ച് നാളായി പുതിയ വീഡിയോ കിട്ടിയിട്ട്. നമ്മുടെ 2 വലിയ പോത്തുകളെ നമ്മൾ കൊടുത്തായിരുന്നു. 3 പേരിൽ 2 പേരെ കൊടുത്ത് ഒരാൾ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഒരു 15 ദിവസം മുമ്പേ 3 പുതിയ ആൾക്കാരെ മേടിച്ചിട്ടുണ്ട്. മേടിച്ച് കൊണ്ടുവന്ന് പനിക്കുള്ള ഗുളികയൊക്കെ കൊടുത്ത്, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ലിവർ ടോണിക കൊടുത്ത് വിരയുടെ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. ആദ്യം ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അവരുടെ പുറത്തുള്ളതും അകത്തുള്ളതുമായിട്ടുള്ള വിരകൾ പോകും. അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞ് ഒരു ഡോസ് ഗുളിക കൂടെ കൊടുത്ത്. എന്നാലും ഈ കാണുന്ന കുഞ്ഞ് പോത്തിന് നല്ല രീതിയിൽ വയറിൽ വിരമുണ്ട്. അതിനി അടുത്ത പ്രാവശ്യം കൂടെ ഇളക്കുമ്പോഴേ മാറത്തുള്ളൂ. നല്ല രീതിയിൽ വയറ് ഇപ്പോഴും വിരയുടെ ബുദ്ധിമുട്ടുണ്ട്. മറ്റേ 2 പേര് കുഴപ്പമില്ല. ഇത് ഉള്ളൊരു ചെറിയ ആളാണ്. അപ്പം അതിൻ്റെ കാഷ്ടം കൊണ്ടുപോയി ചെക്ക് ചെയ്തതിന് ശേഷം ഏത് വരെയാണെന്ന് നോക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്ത 1 മാസത്തിനകത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആവും. 2-3 മാസം കഴിയുമ്പം വയറൊക്കെ നോർമലി ആയി വരും. ഇതിനെക്കാട്ടിയും ചെറിയ കുട്ടിയായിരുന്നു മറ്റു 3 പേരും ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന ആൾക്കാർ. അതിലൊരാൾ ഇപ്പം ലാസ്റ്റ് വീഡിയോയിൽ കാണാം, ഒരാൾ നിൽപ്പുണ്ട്. അതിൽ ചെറിയ ആളിനൊരു ഉദ്ദേശം ഒരു 70-80 കിലോ ലൈവ് വെയിറ്റേ കാണത്തുള്ളൂ. മറ്റേ 2 പേരും ഒരു 150 കിലോ കാണുമെന്ന് തോന്നുന്നു ലൈവ് വെയിറ്റ്. ഉദ്ദേശമാണ്. എന്തായാലും 3 പേര് നമ്മൾ പുതിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പാടത്ത് ഇന്ന് ഇറക്കിയതേ ഉള്ളൂ. ഇത്രയും ദിവസം 15 ദിവസവും നിർത്തി തീറ്റ കൊടുക്കുക തന്നെയായിരുന്നു. കാര്യം വിരയുടെ ശല്യവും കാര്യങ്ങളുമൊക്കെ മാറിയതിന് ശേഷം ഇറക്കാമെന്ന് വിചാരിച്ചു പാടത്ത്. പിന്നെ നല്ല വെയിലും ആയതുകൊണ്ട് വെള്ളത്തിലൊക്കെ കൂടേണ്ട അവസ്ഥകളുണ്ട്. കാര്യം നല്ല ചൂട്. ഇതാണ് നമ്മുടെ നിർത്തിയിട്ടുള്ള ഒരാൾ. 3 പേരുണ്ടായിരുന്നു, അതിൽ 2 പേരെ കൊടുത്തു. ഇവനാണ് നമ്മുടെ കയ്യിലുള്ളതിൽ ഇപ്പം നിൽക്കുന്ന ഇതിൽ വലിയ ആൾ. ഒരാളേ ഉള്ളൂ. മറ്റേ 2 പേരെ നമ്മൾ കൊടുത്തായിരുന്നു. ഇവൻ നമ്മൾ കാണിച്ച ചെറിയ കുട്ടിയെക്കാട്ടി ഏറ്റവും പൊടിയായിരുന്നു. അതിനെക്കാട്ടിയും ചെറുതായിരുന്നു എന്ന് വേണം പറയാൻ. നമ്മൾ കൊണ്ടുവന്ന സമയത്ത് ഒരു 70-75 കിലോ അത്രേ ഉള്ളായിരുന്നു ഇപ്പം ഈ കാണുന്ന പോത്ത്. അവൻ ഇപ്പം നല്ല രീതിയിൽ ഒറ്റക്കായൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരാഴ്ച മറ്റവരെ കൊടുത്ത സമയത്ത്. ഇപ്പോൾ ഇവർ വന്നപ്പം കൂടെ നല്ല രീതിയിൽ പോയി മേയുന്നു ഒക്കെ എല്ലാം ഉണ്ട്. ഇവന് എത്ര കിലോ ലൈവ് വെയിറ്റ് കാണും എന്നൊന്നും അറിയത്തില്ല. മറ്റ് 2 പേർക്ക് കാട്ടിയും കുറച്ച് ചെറുതായിരുന്നു. കൊടുത്ത സമയത്ത് അവർ ഇവനെക്കാട്ടിയും നല്ല സൈസ് ഉണ്ടായിരുന്നു മറ്റ് കൊടുത്ത 2 പേര്. ഇവൻ ഇപ്പം അവർ പോയതിനു ശേഷം കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്. കാരണം കൊച്ചു കുട്ടികൾക്ക് കുറച്ച് തീറ്റ മതിയല്ലേ. ഇവന് ബാക്കിയെല്ലാം ഇവൻ തന്നെ തിന്നുന്ന പുണ്ണാക്കായാലും എല്ലാ ഐറ്റവും. ഇവനും മറ്റവർക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നപ്പം ഇവനും ഇഞ്ചക്ഷൻ അടിച്ചായിരുന്നു. അപ്പം പുറത്തുള്ളതും അകത്തുള്ളതുമായിട്ടുള്ള എല്ലാം പോകും. ഇഞ്ചക്ഷനാണ് നമുക്ക് ഏറ്റവും നല്ലത്. കൊണ്ടുവരുന്ന സമയത്തൊക്കെ എപ്പോഴും ഇഞ്ചക്ഷൻ ചെയ്യാൻ തന്നെ നോക്കണം. കാര്യം അവരെ പുറത്തുള്ള ചെള്ളും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ കാണും. അവർ യാത്രയൊക്കെ ചെയ്ത് വരുന്നതാണ്, ദൂരെ നിന്നൊക്കെ വരുന്നതല്ലേ. അപ്പം ഇഞ്ചക്ഷനായിരിക്കും ഗുളികയെക്കാട്ടിയും ആദ്യം നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ഇഞ്ചക്ഷൻ തന്നെ ചെയ്യാൻ ശ്രമിക്കണം കഴിവതും. കാര്യം നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ മാസവും ഒരു 6 മാസം വരെ, ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം വരെ തുടർച്ചയായിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ലിവർ ടോണിക്കും വിരമരുന്നും കൊടുക്കും. കയറി വരും അവർ. ഓക്കെ, ബൈ.